നമ്മുടെ കൈകളെ ഉയർത്തി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. യോഗത്തിൻ്റെ അധ്യക്ഷൻ ഏറ്റവും ആദരണീയനായ പാസ്റ്റർ ജോയ് ഫിലിപ്പ്, നമ്മുടെ ആഗോള IPCക്ക് നേതൃത്വം കൊടുക്കുന്ന പാസ്റ്റർ വത്സൻ അബ്രഹാം അടക്കമുള്ള ബഹുമാന്യരായ ദൈവദാസന്മാർ, കേരള സ്റ്റേറ്റിനും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന അനുഗ്രഹീതരായ ദൈവദാസന്മാർ, ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കൾ, എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു. IPCയുടെ ശതാബ്ദി സമ്മേളനത്തിൽ ദൈവത്തിൻ്റെ വചനവുമായി ഇവിടെ നിൽക്കാൻ എനിക്ക് അവസരം തന്ന സർവശക്തനായ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതോടൊപ്പം എന്നെ ഇതിനുവേണ്ടി നിയോഗിച്ച സഭയുടെ അധ്യക്ഷന്മാരോട് ഹൃദയംഗമമായിട്ടുള്ള എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ദൈവവചന കേൾവിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മുടെ ഈ സമ്മേളനം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൈയേറ്റിരിക്കുന്നു എന്നത് അനുഭവിച്ചറിഞ്ഞ ദൈവമക്കൾ ആ കൈകൾ ഉയർത്തിപ്പിടിച്ച അല്പസമയങ്ങൾ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രതീക്ഷകളെ ഒക്കെ തകർത്തുകൊണ്ട് ദൈവാത്മാവ് പ്രവർത്തിക്കും എന്ന് നമ്മളിവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഔപചാരികതകൾ ഒക്കെ മറന്ന് അല്പസമയം കൂടെ ദൈവത്തിന് സ്തുതി കൊടുക്കാൻ സന്തോഷമുള്ള ദൈവമക്കൾ ആ കൈകൾ ഉയർത്തിപ്പിടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവം നമ്മുടെ നടുവിൽ വലിയ അത്ഭുതങ്ങൾ ഈ ദിവസങ്ങളിൽ ചെയ്യാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ ഒന്നുകൂടെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവ വചനത്തിന് മുമ്പാകെ ആയിരിക്കാം. ഈ അനുഗ്രഹിക്കപ്പെട്ട സമ്മേളനത്തിൽ എനിക്ക് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുവാനായിട്ട് ലഭിച്ചിട്ടുള്ള ചിന്താ വിഷയം ജീസസ് അവർ അഡ്വക്കേറ്റ്, യേശു നമ്മുടെ അഭിഭാഷകൻ എന്ന വിഷയമാണ്. അതിനാധാരമായി യോഹന്നാൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് ആ ചിന്തയിലേക്ക് കടക്കാം. പ്രാർത്ഥനയോടുകൂടെ വചനം ശ്രദ്ധിക്കാൻ ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കൽ ഉണ്ട്. മതി. എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ നിങ്ങൾക്ക് ഇത് എഴുതുന്നു. യോഹന്നാൻ അപ്പോസ്തലൻ വ്യത്യസ്ത രീതിയിൽ ക്രിസ്തുവിനെ അവതരിപ്പിച്ചിട്ടുള്ള സുവിശേഷകാരനാണ്. അദ്ദേഹത്തിൻ്റെ ദൈവശാസ്ത്ര ചിന്തകൾ നമ്മൾ നിരവധി കേട്ടിട്ടുള്ളതാണ്, പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ യോഹന്നാൻ ഈ ലേഖനം എഴുതുന്നതിൻ്റെ ഉദ്ദേശമാണ് പറയുന്നത്. നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. അതേ പുസ്തകത്തിൽ തന്നെ 1-ാം അധ്യായം 8-ാം വാക്യവും 1-10 നമ്മൾ വായിക്കുമ്പോൾ പാപം ഇല്ല എന്ന് നാം പറയുന്നുവെങ്കിൽ, അടുത്ത വാക്യം പറയുകയാണ് പാപം ചെയ്തിട്ടില്ല എന്ന് നാം പറയുന്നെങ്കിൽ. ഇങ്ങനെ 2 ചിന്തകളെ അവതരിപ്പിച്ചുകൊണ്ടാണ് യോഹന്നാൻ താഴേക്ക് ഈ വിഷയം അവതരിപ്പിക്കുന്നത്. പാപം ചെയ്തിട്ടില്ല, പാപം ഇല്ല എന്ന് നമുക്കാർക്കും പറയാൻ കഴിയില്ല. അതിന് ഒരു എഴുത്തുകാരൻ എഴുതി വച്ചിരിക്കുന്നത് ഞാൻ ഇംഗ്ലീഷിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. John rebuked
the idea that we can become sinlessly perfect. നമുക്ക് പാപമില്ലാത്ത ഒരു പരിപൂർണമായ അവസ്ഥയിലേക്ക് എത്താൻ കഴിയും എന്ന് യോഹന്നാൻ ഒരിക്കലും പറയുന്നില്ല. അത്തരമൊരു ചിന്തയെ യോഹന്നാൻ നിരാകരിക്കുകയാണ്. പാപമില്ലാത്ത ഒരു പരിപൂർണമായ അവസ്ഥയിലേക്ക് നമുക്കെത്താൻ കഴിയില്ല. അതിനുശേഷം താൻ പറയാൻ, എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. ഇന്ന് രാത്രിയിൽ തിരുവചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഈ പഠനത്തിൻ്റെ ഒന്നാമത്തെ ചിന്ത ഞാൻ പറയാം. മറുമരുന്ന് ഉണ്ട് എന്ന് കരുതി നമ്മൾ ആരും മനഃപൂർവ്വം വിഷമെടുത്ത് കുടിക്കാറില്ല. ലൈഫ് ജാക്കറ്റ് ഉണ്ട് എന്ന് കരുതി ഒരു കപ്പൽ മനഃപൂർവ്വം ഇടിച്ചു തകർക്കാറില്ല. ഇന്ന് രാത്രിയിൽ ഓർത്തോണം, പാപമില്ലാത്ത ഒരു പരിപൂർണമായ അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ ഈ ഭൂമിയിൽ വെച്ച് സാധിക്കയില്ല എന്നുള്ള ചിന്ത കൊണ്ട് നമ്മൾ ആരും അത് പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല. യോഹന്നാൻ പറയുന്നു, എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഇത് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. വിശുദ്ധ ബൈബിളിൻ്റെ ദൈവശാസ്ത്രം നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം മുതൽ നമ്മൾ കാണുന്നത് തിരുവചനത്തിൽ പാപം ചെയ്യാതിരിക്കുവാനുള്ള ആഹ്വാനമാണ്. ഉൽപ്പത്തി തൊട്ട് നമ്മൾ കാണുകയാണ്, പാപം ചെയ്യരുത്. അതാണ് ദൈവത്തിൻ്റെ മനുഷ്യനോടുള്ള എക്കാലത്തെയും കൽപ്പന. പക്ഷെ നമുക്കറിയാം, മനുഷ്യൻ പാപം ചെയ്തു. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഒരു പ്രേരണയാണ്. ആ പ്രേരണ ഏതാണെന്നറിയാമോ? സാത്താന്യ ശക്തിയുടെ പ്രേരണയാണ് മനുഷ്യനെ പാപത്തിലേക്ക് തള്ളിവിട്ടത്. തിരുവചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ ഓർത്തുകൊള്ളണം, പാപം ചെയ്യുന്നത് മാത്രമല്ല തെറ്റ്, പിന്നെയോ പാപത്തിനു വേണ്ടി പ്രേരിപ്പിക്കുന്നതും തെറ്റാണ്. സാത്താൻ ശിക്ഷിക്കപ്പെടുന്നത് പ്രേരണാകുറ്റത്തിനാണ്, പ്രേരണാകുറ്റം. അതുകൊണ്ട് ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളണം, പാപത്തിനു വേണ്ടി പ്രേരിപ്പിക്കുന്നത് കുറ്റകരമാണ്. രണ്ട് സൈന്യങ്ങൾ യുദ്ധം ചെയ്യുമ്പോൾ രാത്രിയിൽ മറുസൈന്യത്തിൻ്റെ അടുത്ത് ചെന്ന് കാഹളമൂതുന്നവനെ പിടിച്ചു. കാഹളമൂതുന്നവൻ. അപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ AK-47 ഒന്നുമില്ല, ഈ കാഹളം മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ പറഞ്ഞു, ഇതുകൊണ്ടാണ് നിന്നെ പിടിച്ചത്. കാരണം നിൻ്റെ കയ്യിൽ AK-47 ഇല്ലെങ്കിലും നീ കാഹളമൂതി ഒരു പ്രേരണ കൊടുത്തപ്പോഴാണ് ഇവൻ തോക്കെടുത്ത് മറ്റവൻ്റെ ചങ്കിന് നേരെ പ്രയോഗിച്ചത്. ഈ രാത്രിയിൽ ദൈവമക്കൾ ഈ വചനം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാപത്തിനെ പ്രേരിപ്പിക്കുന്ന ശക്തിക്കെതിരെയാണ് നമ്മൾ ഒന്നാമത് പോരാടേണ്ടത്. അപ്പം അങ്ങനെ പാപം ചെയ്തു എങ്കിൽ തിരുവചനം എന്താ പറയുന്നത്? അടുത്ത യോഹന്നാൻ പറയുകയാണ്, ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. ഇന്ന് രാത്രി നമ്മൾ നോക്കുന്നത് കാര്യസ്ഥനായ ക്രിസ്തുവിലേക്കാണ്. കാര്യസ്ഥൻ എന്ന് മലയാളത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നെങ്കിലും അതിൻ്റെ യഥാർത്ഥ വാക്ക് അഡ്വക്കേറ്റ് എന്നാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ
പരിശുദ്ധാത്മാവിന് 4 വാക്യങ്ങളിൽ യോഹന്നാൻ ഈ പേര് കൊടുത്തിട്ടുണ്ട്, പാരാക്ലീറ്റോൺ. പുതിയ നിയമത്തിൽ യോഹന്നാൻ മാത്രമാണ് ഈ വാക്ക് പരിശുദ്ധാത്മാവിന് കൊടുത്തിരിക്കുന്നത്. യേശുക്രിസ്തുവിനെ സൂചിപ്പിക്കുന്ന യോഹന്നാൻ ഈ 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറയുകയാണ്, പാപം ചെയ്യരുത്, എന്നാൽ പാപം ചെയ്താൽ നമുക്കൊരു കാര്യസ്ഥൻ, നമുക്കൊരു അഡ്വക്കേറ്റ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. ഈ രാത്രി കൈകൾ ഉയർത്തിപ്പിടിച്ച് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാൻ കഴിയുമോ? ഇവിടെ ഇരിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ അറിയണം, നമ്മൾ ഇങ്ങനെ വന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ തല ഉയർത്തിപ്പിടിച്ചിരിക്കാൻ നമുക്ക് സാധിക്കുന്നത് പാപമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത് കൊണ്ടല്ല, മറിച്ച് നമുക്ക് വേണ്ടി ഒരു കാര്യസ്ഥൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ പക്ഷവാദം ചെയ്യുന്നത് കൊണ്ടാണ് ഈ രാത്രി നമുക്ക് തല ഉയർത്തിപ്പിടിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലിരിക്കാൻ കഴിയുന്നത്. അതിൽ സന്തോഷമുള്ള ദൈവമക്കളെ കൈകൾ അടിച്ച് ഇന്ന് രാത്രിയിൽ ഒരുമിച്ച് നമുക്ക് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു ചിന്തകൻ പറഞ്ഞിരിക്കുന്നത്, സിൻലെസ് ആകാൻ പറ്റത്തില്ല, പക്ഷേ സിൻലെസ് ആകാം. മനസ്സിലായവർക്കായി ദൈവത്തിന് സ്തോത്രം പറയും. സിൻലെസ് ആകാൻ പറ്റുകയില്ല, പക്ഷേ സിൻലെസ് ആകാം. കാര്യസ്ഥൻ നമുക്ക് വേണ്ടി ഉണ്ട് എന്നുള്ളത് കൊണ്ട് അത് ലൈസൻസ് അല്ല. പക്ഷേ ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നമുക്ക് വേണ്ടി വാദിക്കാൻ ഒരു അഡ്വക്കേറ്റ് ഉണ്ട്. ഈ 2 കോടതിയോട് ബന്ധപ്പെട്ട ഭാഷ ആണല്ലോ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2 കാര്യങ്ങൾ, 2 അഭിഭാഷകരെ ഞാൻ പറയാം ഈ കോടതി വ്യവഹാരത്തിൽ. ഒന്ന്, കുറ്റവിചാരണ നടത്തുന്ന അഭിഭാഷകനാണ്, പ്രോസിക്യൂട്ടിംഗ് അറ്റോർണിയാണ് കുറ്റവിചാരണ. 2, പ്രതിഭാഗം അഭിഭാഷകനാണ്, ഡിഫൻസ് അറ്റോർണി. ഇത് 2 ഉണ്ട്. അപ്പോൾ നമ്മൾ വിശുദ്ധ ബൈബിളിൽ ഈ ദൈവ വചന ചിന്ത പഠിക്കുമ്പോൾ നമുക്കോരോരുത്തർക്കും എതിരെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിരന്തരം കുറ്റവിചാരണ നടത്തുന്ന ഒരുവനുണ്ട്. വെളിപ്പാട് പുസ്തകം 12:10, സെക്കറിയാവ് 3:1-3 വരെ ഈ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ മക്കൾക്കെതിരെ നിരന്തരം കുറ്റവിചാരണ നടത്തുന്ന ഒരു ശക്തി. വായിച്ചാട്ടെ, വെളിപ്പാട് 12:10. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന, നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവത്തിന്റെ സന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദി. അപ്പോ ഈ ശക്തി, സാത്വാന്യ ശക്തിയുടെ ഒരു പരിപാടി, രാപ്പകൽ നമ്മുടെ സഹോദരന്മാരെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കുറ്റം ചുമത്തുകയാണ്. അപ്പം ഇത് സാത്താൻ മാത്രമല്ല ചെയ്യുന്നത്, അത് ബാധിച്ച ചിലരും രാവും പകലും ഇത് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇന്ന് രാത്രിയിൽ അതിൽ നിന്ന് മുക്തി പ്രാപിച്ച ദൈവത്തിൻ്റെ മക്കൾ കരമടിച്ച് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യണം. രാപ്പകൽ കുറ്റം ചുമത്തുന്ന ദുഷ്ട പിശാചിനോട് ഞങ്ങൾ പറയുക, നിന്റെ അന്ത്യം കുറിക്കുന്ന പുസ്തകത്തിലെ രേഖ ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തി പറയുന്നു. കൈകൾ ഉയർത്തിപ്പിടിച്ച് സ്തോത്രം പറ. രാപ്പകൽ കുറ്റം വിധിക്കുന്ന ദുഷ്ട പിശാചിൻ്റെ ശക്തികളും ആ പിശാച് ബാധിച്ചു വരും. പകല് മാത്രമാണെങ്കിൽ കുഴപ്പമില്ല,
പക്ഷെ ചിലർ രാത്രി കൂടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഇതെന്താന്ന് ചോദിച്ചാൽ ഒരു തർക്കവും വേണ്ട, വ്യാഖ്യാനമില്ലാതെ പറയാം, ഈ പിശാചി ബാധിച്ചിരിക്കുക. സാത്താൻ്റെ യൂദയുടെ ഉള്ളിൽ പിശാച് കടന്നെന്നാണ് പറഞ്ഞത്. ഇന്ന് രാത്രി പ്രതിരോധം തീർക്കേണ്ടത് ഇവിടെ ആരെങ്കിലും ആക്രമിക്കാൻ കയറുന്നതല്ല, മറിച്ച് നമ്മുടെ ഈ 100ാം കൺവെൻഷനിൽ വന്നിരിക്കുന്ന ഒരൊറ്റ ദൈവമക്കളുടെയും അകത്ത് ഈ കുറ്റം ചുമത്തുന്ന ദുഷ്ട പിശാച് കടക്കരുത്. കരമുയർത്തി യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ആ ദുഷ്ട ശക്തിയെ നമുക്ക് ഒരുമിച്ച് ശാസിക്കാം. സ്തോത്രം. സഖരിയാവ് പുസ്തകത്തിൽ നമ്മൾ വായിച്ചെന്ന യോശുവ മഹാപുരോഹിതനാ. കുറ്റം ചുമത്തുക, കുറ്റം ചുമത്തുക, നിരന്തരം കുറ്റം ചുമത്തുന്നു. അപ്പം എനിക്കൊരു സന്തോഷമുള്ള കാര്യം, തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ ലേവ്യ പുസ്തകമൊക്കെ പരിശോധിച്ചാൽ ഇങ്ങനെ പാപം ചെയ്തു പോയാൽ എന്നാണ്. ഇത് ദൈവശാസ്ത്രപരമായിട്ട് വളരെ പ്രാധാന്യമുള്ള ഭാഗമായതുകൊണ്ട് ആവേശം വന്നാലും ആവേശം പിടിച്ചു നിർത്തി സംസാരിക്കുക. ലേവ്യ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ 4-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യം, പുരോഹിതൻ പാപം ചെയ്താൽ യാഗമുണ്ട്. ഇസ്രായേൽ സഭ മുഴുവനും പാപം ചെയ്താൽ യാഗമുണ്ട്. ഒരു പ്രമാണി പാപം ചെയ്താൽ അതിന് യാഗമുണ്ട്. ദേശത്തിലെ ജനത്തിൽ ഒരുത്തൻ പാപം ചെയ്താൽ, അപ്പം അവിടെ എടുത്തു പറയുന്ന ഒരു കാര്യം അബദ്ധവശാലെന്ന. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ രാത്രി വചനം ശ്രദ്ധിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വിടുതൽ പ്രാപിച്ച നമുക്ക് പാപം ചെയ്യാനുള്ള ലൈസൻസ് ഇല്ല, അഥവാ പാപം ചെയ്താൽ. സ്തോത്രം. അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ ആ ലേവ്യ പുസ്തകമൊക്കെ പഠിച്ചാൽ മതി. ഇനിയും ഈ സങ്കേത നഗരം എന്തിനായിരുന്നു അറിയാമോ? മനഃപൂർവ്വം ഇതെല്ലാം ചെയ്ത് ചോടിച്ചെല്ലാനല്ല. ചിലർ മനഃപൂർവ്വം ചെയ്ത് ചോടി വരുന്നുണ്ട്. മനഃപൂർവ്വം അല്ലാതാണെങ്കിൽ ക്ഷമിക്കാമായിരുന്നു. പക്ഷെ മനഃപൂർവ്വം ചെയ്ത് ഓടിച്ചെല്ലാനുള്ള ഇടമല്ല സങ്കേത നഗരം. ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം പറയണം. ഒരുത്തൻ പാപം ചെയ്താൽ അവന് വേണ്ടിയാണ് അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ പാപം ചെയ്യാതെ ജീവിക്കാനാണ് ദൈവത്തിൻ്റെ ജനത്തോട് എക്കാലവും ദൈവത്തിൻ്റെ വചനം ആഹ്വാനം ചെയ്യുന്നത്. കൈകൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറ. ഈ 100ാമത് കൺവെൻഷനിൽ എടുക്കേണ്ട തീരുമാനം ഇതാണ്: ദൈവമേ, പാപം ചെയ്യാതെ ജീവിക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാനാണ് നമുക്ക് കഴിയേണ്ടത്. വേഗത്തിൽ ഞാൻ മുമ്പോട്ട് പോവുകയാണ്. അപ്പം ഈ അഡ്വക്കേറ്റ്, ഈ വക്കീൽ നമുക്ക് വേണ്ടി വാദിക്കുന്നതിൻ്റെ ചിത്രം, മനോഹരമായ ചിത്രം പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അത് യേശുക്രിസ്തു നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നതിനോട് തുലനം ചെയ്യാനേ പറ്റുകയില്ല. പക്ഷെ നമുക്ക് ചില ചിത്രമുണ്ട്. അബ്രഹാം സോദോമിൽ വലിയ നാശം വരാൻ പോകുമ്പോൾ അബ്രഹാം ദൈവത്തിൻ്റെ സന്നിധിയിൽ വീണ് കിടന്ന് ദൈവത്തോട് ചോദിക്കുന്നുണ്ട്. 50 തുടങ്ങി അവിടെ 10 നീതിമാന്മാരെങ്കിലും ഉണ്ടെങ്കിൽ. ഇത് നമുക്ക് ഒരു മനോഹരമായ ചിത്രമാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് വാദിക്കുകയാണ്, ഇടയ്ക്ക് നിൽക്കുകയാണ്. പാപം ചെയ്ത ഇടത്ത് നാശം, ദൈവത്തിൻ്റെ ശിക്ഷ വിധിക്കാൻ പോകുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നു. മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ജനം കെട്ടഴിയപ്പെട്ടവരായിട്ട് പോകുന്നു. ഒരു ഘട്ടത്തിൽ മോശ പറഞ്ഞു, ദൈവമേ, നിന്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മായ്ച്ചു കളയണമേ. എന്ത്? ഈ ജനത്തോട് നീ കരുണ ചെയ്യേണ്ടതിന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അദ്ദേഹം അപേക്ഷിക്കുകയാണ്, എൻ്റെ പേര് മായ്ച്ചു കളയണമേ. അപ്പം ദൈവം പറഞ്ഞു, നിൻ്റെ പേരല്ല, പാപം ചെയ്തവൻ്റെ പേരാണ്. നമുക്ക് എന്നെയൊക്കെ പലയിടത്തു നിന്നും വെട്ടിയിട്ടുണ്ട്. ഇത് ചിന്തിച്ചപ്പോഴാണ് ഇവിടെ പേര് വെട്ടുന്നത് കുഴപ്പമില്ല. കാരണം ചിലപ്പോൾ അങ്ങനെ വെട്ടാം, പലയിടത്തും വെട്ടിയിട്ടുണ്ടല്ലോ. പക്ഷെ ഒരു കാര്യം,
മായ്ച്ചു കളയുന്നതാണ് ഭയങ്കരം. ഇന്ന് രാത്രി ഒരു കാര്യം ഓർത്തോണം ദൈവത്തിൻ്റെ പൈതലേ, പാപം ചെയ്യുന്നവൻ്റെ പേര് വെട്ടുകയല്ല, അവൻ്റെ പേരെന്നേക്കിട്ട് മായ്ച്ചു കളയും എന്ന പുസ്തകം പറയുന്നെങ്കിൽ ഇന്ന് രാത്രി എത്ര ജാഗ്രതയോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൺവെൻഷനിൽ നമ്മൾ ഇരിക്കണം. പേര് വെട്ടുകയല്ല, പേര് മായ്ച്ചു കളയണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. ഇത് മനോഹരമായ ചിത്രമാണ്. യേശുക്രിസ്തുവിൻ്റെ അതേ ആ ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള വാദത്തിന് പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ എടുക്കാൻ കഴിയുന്ന മനോഹര ചിത്രമാണ്. പുതിയ നിയമത്തിൽ അങ്ങനെ പല ചിത്രങ്ങളുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ചിന്തനീയമായിട്ട് തോന്നിയ ഒരു കാര്യം ഞാൻ കുറിച്ചിട്ടുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 31 മുതൽ 32 വാക്യങ്ങൾ. 31-32 വാക്യം. ശിമോനെ ശിമോനെ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. മതി. ശിമോനെ ശിമോനെ, നിന്റെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ ഞാൻ നിനക്ക് വേണ്ടി. അപ്പൊ അവിടെ എഴുതിയിരിക്കുന്ന കാര്യം സാത്താൻ നിങ്ങളെ എന്നാണ്. നിങ്ങളുടെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ എന്ന് പറഞ്ഞിട്ട് നിന്റെ വിശ്വാസം പോകാതിരിക്കാൻ എന്ന് കർത്താവ് പറയുന്നു. അപ്പോൾ ഇതിൻ്റെ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഭാഗം തൊട്ട് മുകളിലേക്ക് നമ്മൾ പഠിക്കുമ്പോൾ യൂദ മറ്റേ മഹാപുരോഹിതൻ്റെ അടുക്കൽ പോയേച്ച് ഇവിടെ വന്നിരിപ്പുണ്ട്. അപ്പം നിങ്ങളെ പാറ്റാനാണ് ചോദിച്ചത്, പക്ഷെ നിന്റെ വിശ്വാസം പോകാതിരിക്കാൻ ഞാൻ അപേക്ഷിച്ചു എന്ന് കർത്താവ് പറയുന്നുണ്ടല്ലോ. എൻ്റെ ഒരു ബോധ്യം പറയാം. അപ്പുറത്ത് മഹാപുരോഹിതൻ്റെ അടുക്കൽ പോയിട്ട് വന്ന യൂദയും ഇവിടെ വന്നിരിപ്പുണ്ട്. അപ്പം ഇവനെല്ലാം വേണ്ടി അപേക്ഷിക്കേണ്ട കാര്യം കർത്താവിന് ഇല്ലെന്നാണ് എൻ്റെ ബോധ്യം. പിന്നെ കർത്താവിന് വരും കാലത്ത് ഉപയോഗിക്കാൻ കൊള്ളാകുന്ന ചിലരെ സാത്താൻ പാറ്റാൻ ഒരുങ്ങുമ്പോൾ, അവരുടെ വിശ്വാസത്തെ തട്ടിമറിച്ച് കളയാൻ ശ്രമിക്കുമ്പോൾ, നമ്മുടെ അഡ്വക്കേറ്റ് ഈ ഭൂമിയിൽ നിന്നപ്പോൾ തന്നെ നമ്മുടെ വിശ്വാസം പോകാതിരിക്കാൻ വേണ്ടി പത്രോസിന് വേണ്ടി യാചിച്ചെങ്കിൽ ഈ രാത്രി ദൈവത്തിൻ്റെ മക്കൾക്ക് എത്ര പേർക്ക് സന്തോഷമുണ്ട്. 100-ാം കൺവെൻഷനിൽ വെച്ച കാലിടറാതെ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നിൽക്കാൻ ഭാഗ്യം കിട്ടിയ ദൈവമക്കൾ കരമടിച്ച് ദൈവത്തിനൊന്ന് മഹത്വം കൊടുക്കണം. അത് ചെറിയ കാര്യമല്ല. ഈ അഡ്വക്കേറ്റ് നമുക്ക് വേണ്ടി പലപ്പോഴും യാചിച്ചത് കൊണ്ടാണ്, അപേക്ഷിച്ചത് കൊണ്ടാണ് ഇന്ന് രാത്രിയിൽ നമ്മളിവിടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നത്. സ്തോത്രം. സന്തോഷമുള്ള ഒരു കാര്യം കൂടെ പറയാം. നമുക്ക് പിതാവിൻ്റെ സന്നിധിയിൽ നീതിമാനായ ദൈവം ക്രിസ്തു നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നുണ്ട് അഡ്വക്കേറ്റായിട്ട്. പക്ഷെ ഈ ഭൂമിയിൽ പിതാവിൻ്റെ വക്കീലായിട്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പക്ഷപാതം ചെയ്യുന്നു. എവിടെ തെളിവ്? റോമാലേഖനം 8-ാം അധ്യായം 26-27. അവിടെ എന്താ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് അറിയാമോ? അവിടെ ഈ ആത്മാവ് നമ്മുടെ ഉള്ളിൽ പക്ഷപാതം ചെയ്യുക. ഇന്ന് രാത്രി സന്തോഷിക്കണം ദൈവമക്കളെ. നമുക്ക് പണമൊന്നുമില്ലാതെ തന്നെ ഫ്രീ ആയിട്ട് വാദിക്കാൻ വേണ്ടി 2 അഡ്വക്കേറ്റ്സിനെ തന്നിട്ടുള്ള സർവശക്തനായ ദൈവത്തിന് ഇന്ന് രാത്രി സ്തോത്രം ചെയ്യണം. നമ്മുടെ കർത്താവ് പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി വാദിക്കുന്നു. ഇവിടെ ഭൂമിയിൽ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി വാദിക്കുന്നു. ഇന്ന് രാത്രി തല ഉയർത്തിപ്പിടിച്ച് ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്ന ദൈവമക്കളെ, നമ്മുടെ ആരുടെ കഴിവല്ല. ഈ രാത്രി നമ്മൾ കർത്താവിന് സ്തോത്രം ചെയ്യണം. 2 അഡ്വക്കേറ്റ്സ് നമുക്ക് വേണ്ടി വാദിക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇങ്ങനെ നിൽക്കുന്നത് എന്നോർക്കേണ്ടതുണ്ട്. സ്തോത്രം. എൻ്റെ വാക്ക് വേഗത്തിൽ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇനിയും ആ സ്വർഗീയ കോടതിയുടെ ചിത്രം നിങ്ങളുടെ മുമ്പിലേക്ക് ഒന്ന് കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ സ്വർഗീയ കോടതി, ന്യായാധിപൻ ഇങ്ങനെ ഇരിക്കുക, പിതാവാം ദൈവം. ഉൽപ്പത്തി 18:25, സങ്കീർത്തനം 7:11 ഒക്കെ വായിക്കുമ്പോൾ ആ ന്യായാധിപനെ കുറിച്ച് പറയുന്നു. അവൻ സർവഭൂമിക്കും ന്യായാധിപൻ. സങ്കീർത്തനത്തിൽ പറയുകയാണ് അവൻ നീതിയുള്ള ന്യായാധിപൻ. അപ്പൊ ഈ നീതിയുള്ള ന്യായാധിപന്റെ മുൻപില് പ്രതിയായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ
സാത്താന്യ ശക്തി ഈ യോശുവയ്ക്കെതിരെ വാദിച്ചതുപോലെ, സഹോദരന്മാർക്ക് വേണ്ടി നിരന്തരം കുറ്റം ആരോപിച്ചതുപോലെ നമുക്കെതിരെ കുറ്റം ആരോപിക്കുമ്പോൾ നമ്മുടെ അഡ്വക്കേറ്റ് അവിടെ എഴുന്നേൽക്കും. സ്തോത്രം, സ്തോത്രം. അതാരാണെന്നറിയാമോ? നമുക്ക് വേണ്ടി കാൽവറിയിൽ ജീവൻ തന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ആ കോടതിയിൽ എഴുന്നേൽക്കും. സ്തോത്രം. എന്നിട്ട് അവൻ പറയുന്നത് എന്താണെന്നറിയാമോ? ദ മെറിറ്റ് ഓഫ് ഹിസ് ഫിനിഷ്ഡ് വർക്ക്. എന്ത്? കാൽവറിയിൽ മാനവന്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി അവൻ പൂർത്തീകരിച്ച ഒരു ദൗത്യമുണ്ട്. അതെന്താ? നമുക്ക് വേണ്ടി തൻ്റെ അവസാനത്തുള്ളി രക്തം വരെ ഊറ്റി തന്ന്, സ്തോത്രം, നമ്മളെ വീണ്ടെടുത്തതാണ്. അതുകൊണ്ട് നിങ്ങൾ ഓർക്കണം, ഈ പ്രായശ്ചിത്ത മരണം നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് നിർവഹിച്ചത് കൊണ്ടാണ്, സ്തോത്രം, സാത്താൻ നിരന്തരം നമുക്കെതിരെ കുറ്റം ആരോപിക്കുമ്പോൾ ഫീസ് ഇല്ലാതെ എനിക്ക് വേണ്ടി വാദിക്കാൻ ഒരു അഡ്വക്കേറ്റ് അവിടെ എഴുന്നേറ്റ് നിൽക്കും. ഇന്ന് രാത്രി ഒന്ന് കരം തട്ടി ദൈവത്തിന് മഹത്വം കൊടുക്കണം. ലോകത്തിൽ വേറെ ഏതെങ്കിലും നേട്ടമുണ്ടായത് കൊണ്ടല്ല ഇന്ന് രാത്രി നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നത്. പിന്നെയോ, ദൈവത്തിൻ്റെ മക്കളെ, ഈ രാത്രിയിൽ എനിക്ക് വേണ്ടി വാദിക്കുന്ന ഒരു വക്കീൽ അവിടെ എഴുന്നേൽക്കുന്നു. ഒരു ചിന്തകൻ എഴുതിയത് പറയാം. അവൻ തെളിവായി അവതരിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? അദ്ദേഹം പറയാണ്, 3 ആണികൾ, സ്തോത്രം, ഒരു മരക്കുരിശ്, രക്തക്കറ വറ്റു നിൽക്കുന്ന ഒരു മുൾക്കിരീടം, ഇതെല്ലാം തെളിവായിട്ട് വെച്ചുകൊണ്ട് പറയുകയാണ്, എനിക്കും നിനക്കും വേണ്ടി പരമയാഗമായി അവൻ വില കൊടുത്തതായതുകൊണ്ട് ആ മഹാന്യായാധിപന്റെ മുൻപിൽ, സ്തോത്രം, നമുക്ക് നീതി കിട്ടുകയാണ്. ഇന്ന് രാത്രി നമ്മൾ നോക്കേണ്ടത് ആ അഡ്വക്കേറ്റിലേക്കാണ്. ആ കണ്ണുകളൊന്ന് അടച്ചിട്ട കൈകളൊന്ന് ഉയർത്തിപ്പിടിക്കാമോ ഒരു നിമിഷം? ഈ രാത്രിയിലും ആ തുറന്ന ദൈവത്തിനൊന്ന് സ്തോത്രം പറയാൻ പറ്റുമോ? ഈ രാത്രിയിൽ പാപം കൊണ്ട് തകർന്നു പോയ ജീവിതങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇനി പ്രതീക്ഷയില്ലെന്ന് പറഞ്ഞ് ജീവിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ പാപത്തിൽ നിന്ന് എനിക്ക് മുക്തിയില്ലെന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്ന് രാത്രി ഞങ്ങൾ വിളിച്ചു പറയുന്നു, യേശുക്രിസ്തു എന്ന ഒരു അഭിഭാഷകൻ ഫീസില്ലാതെ നമുക്ക് വേണ്ടി പിതാവാം ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി വാദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ രാത്രി നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ ഇവിടെ വന്നിരിക്കാൻ കഴിഞ്ഞത്. ഇതിൽ സന്തോഷമുള്ള ദൈവമക്കൾ കരങ്ങളെ അടിച്ച് നമ്മുടെ വാ തുറന്ന് അല്പസമയം സ്തോത്രം ചെയ്താട്ടെ. മറ്റെന്തിനേക്കാളും ഇന്ന് രാത്രി നമുക്ക് വേണ്ടി വാദിക്കുന്ന ഒരു വക്കീൽ നമുക്ക് വേണ്ടി ഉള്ളത് കൊണ്ട് സന്തോഷത്തോടെ ആ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.